ഇന്നൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഇതിനൊരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി സവാള, ക്യാരറ്റ്, കുക്കുംബർ, ചിക്കന് ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് ഈ ബട്ടറിൽ ഈ മൈദപ്പൊടി മിക്സായി വരണം. ആ സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടർ ചേർത്ത് കൊടുത്ത ഉടനെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കണം. അത് ഞാനിതിൽ ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ ഈ പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. തീ സിമ്മിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ഈ പാൽ ആദ്യം പറ്റിയിട്ട് ഈ മൈദപ്പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ ദാ കുറച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പിസൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും ഈ ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇത് ഒരു ക്രീമി പരുവത്തിലാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരു ക്രീം പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ കൺസിസ്റ്റൻസി ഒരു ക്രീമിൻ്റെ രീതിയിൽ മനസ്സിലാവുമല്ലോ, അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുക്കുംബർ വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനിതിൻ്റെ കയ്യിൽ അരിഞ്ഞു വെച്ചത് ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റും ചിക്കനും ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സവാളയും കുക്കുംബറും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ ദാ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബ്രെഡൊക്കെ അതിൻ്റെ ബ്രൗൺ പാർട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ പാർട്ട് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. അത് നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അത് എടുക്കാൻ പറ്റും. അപ്പോൾ ബ്രെഡ് ഇതിലേറെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം 8 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ പിന്നെ കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതൊരു 3 എണ്ണം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇത് വലിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ചിലപ്പോൾ 4 എണ്ണം തന്നെ വേണ്ടി വരും. ഇപ്പോൾ ഇതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മൊസറല്ല ചീസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. മൊസറല്ല ചീസ് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലൊരു ചീസി ആയിട്ടാണ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇത് തയ്യാറാക്കാനുള്ള പാത്രത്തിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോ ബ്രെഡും ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിൻ്റെ അരികു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് വെക്കാൻ പറ്റാത്ത ഭാഗത്ത് അതൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെയും ഫില്ലാക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ ഇതിൻ്റെ അടിവശത്തും ഈ ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ എത്ര ആവശ്യമുണ്ട് ഫില്ലിങ് അതിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നിരപ്പാക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് നന്നായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ഈ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ ബ്രെഡിൻ്റെ അരികുവശം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഫില്ലാവാത്ത ഭാഗത്ത് ബാക്കിയുള്ള ആ മുട്ടയുടെ മിക്സിൽ ബ്രെഡ് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അവിടെയും കൂടെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സ്റ്റൗവിൽ ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പാൻ വെച്ച് കൊടുക്കേണ്ടത്. നേരിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അടിവശം ഒന്ന് കരിയും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ അരികുവശം ഒന്നിങ്ങനെ ഇളക്കി നോക്കുക. അപ്പോൾ അതിങ്ങനെ ഇതിൽ നിന്ന് വിട്ടു പോരുന്ന ആ പരുവത്തിലാണ് പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറും കൂടെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതേ പാനിൽ തന്നെ ഞാൻ ഇതൊന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ വശം കൂടെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ അതിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്നിട്ട് അത് ആയതിന് ശേഷം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാവുമല്ലോ, അപ്പോൾ ആ സമയത്ത് തന്നെ ആ മൊസറല്ല ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചീസൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.